ഒറ്റയാഴ്ച കൊണ്ട് ഒരുത്തിയെ വളച്ചൊടിച്ച് തൻ്റെ ബെഡിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അയാൾ. അറിയപ്പെടുന്ന ഒരു യൂട്യൂബറും ബ്ലോഗറുമായ സുരേഷ് മേനോൻ നക്ഷത്ര ഹോട്ടലിൽ റൂം നമ്പർ 516 മുറിയിൽ അവളെയും കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിൻ്റെ വിരസത അകറ്റാൻ, അല്ലെങ്കിൽ വരാൻ പോകുന്ന നിമിഷങ്ങളുടെ ഉന്മാദത്തിലോ അയാൾ രണ്ടാമത്തെ പെഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പറഞ്ഞതുപോലെ തന്നെ കൃത്യം 10 മണിയായപ്പോൾ തന്നെ അവൾ 516 നമ്പർ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ലോറ ഫ്രാൻസിസ്, 30 വയസ്സിൽ താഴെ മാത്രം തോന്നിക്കുന്ന വെളുത്തു തൊടുത്ത ആരോഗ്യമുള്ള ശരീരം, കണ്ണുകളിൽ വശ്യമായ തിളക്കം, തടിച്ച ചുണ്ടുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുപുഞ്ചിരി, മുട്ടോളം മാത്രം വരുന്ന ചുവന്ന ഒറ്റയുടുപ്പ്, വില കൂടിയ ഏതോ വിദേശ പെർഫ്യൂം പൂശിയിട്ടുണ്ട്. ആ മണം മുറിയിൽ മുഴുവനും സാവധാനം നിറയാൻ തുടങ്ങി, അതോടൊപ്പം അയാളിലേക്കും. മേനോൻ ആവേശത്തോടെ അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചമർത്തി. അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവൾ പെട്ടെന്ന് അയാളിൽ നിന്ന് വഴുതി മാറി. വിശന്നു വലഞ്ഞ ഒരു മൃഗത്തെപ്പോലെ തൻ്റെ ഇരയെ നോക്കി അയാൾ നാവു നുണഞ്ഞു. ഇത്ര കൊതിയനായിരുന്നു? അയാളിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടവൾ ചോദിച്ചു. മേനോനെ, ഇവിടെ കുടിക്കാനൊന്നുമില്ലേ? നിനക്കെന്താ വേണ്ടത്? ചൂടായിട്ട് ഒരു 90 ഒഴിക്ക് മേനോനെ. അമ്പടി, നീ തരക്കേടില്ലല്ലോ. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. അയാൾ ഒരു ഗ്ലാസ്സിൽ മദ്യവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് അവൾക്ക് നേരെ നീട്ടി. മേനോനെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? താൻ ഭയങ്കര യൂട്യൂബർ അല്ലേ, പറ. മേനോൻ ഒരു സിപ്പെടുത്തു. എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നു. ഒരു യൂട്യൂബറും ബ്ലോഗറുമായ തൻ്റെ വായിൽ നിന്ന് അറിയില്ല എന്നൊരു വാക്ക് പറയാൻ അയാൾക്ക് തോന്നിയില്ല. ലോറ, നീ പറ, എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? മേനോനെ, ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ഞാൻ ഇവിടെ കയറിയപ്പോൾ മുതൽ ചന്ദ്രഗ്രഹണം ആരംഭിച്ചു. കൃത്യമായി പറഞ്ഞാൽ 2021 മെയ് മാസം ബുധനാഴ്ച രാവിലെ 10:04 ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഭൂമിയിലെ വെളിച്ചം കുറഞ്ഞു പോകും. ഹോ ലോറ, ഞാനത് മറന്നുപോയി. അല്ലെങ്കിൽ നീ കാരണം ഞാനത് ഓർത്തില്ല. തീർച്ചയായും ഓർത്തിരുന്നെങ്കിൽ ഞാനൊരു വീഡിയോ ഇന്ന് യൂട്യൂബിലിട്ടേനെ. മേനോൻ നഷ്ടബോധത്തോടെ തല കുടഞ്ഞു. മേനോനെ, നിങ്ങളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരുപാട് കാശ് കിട്ടുമല്ലേ? ലക്ഷങ്ങളാണ് മോളെ, ലക്ഷങ്ങൾ. ഇപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വെറുതെ തുറന്ന് നോക്കിയാലും മതി, എനിക്ക് കാശ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കല്ലേ? വിശ്വസിക്കണം, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കണം. അതാണല്ലോ എൻ്റെ പണിയും. തൻ്റെ തൊഴിലിനെക്കുറിച്ച് പറയുമ്പോൾ ആൾക്ക് വല്ലാത്തൊരു ആവേശമായിരുന്നു. അപ്പോഴേക്കും ലോറ അടുത്ത ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ദിവസത്തെ 2ാമത്തെ പ്രത്യേകത പറഞ്ഞില്ലല്ലോ. പറയൂ ലോറ, എന്താണ് പ്രത്യേകത? ഇന്നാണ് ഞാൻ ഭർത്താവുമായി പിരിക്കുന്നതിനുള്ള ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് നൽകിയത്. എന്തായിരുന്നു കാരണം? സംശയരോഗമായിരുന്നു. അല്ലെങ്കിലും സംശയരോഗം ഉള്ളവരുടെ കൂടെ ജീവിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ലോറ മറുപടിയൊന്നും പറയാതെ വെറുതെയൊന്നും മൂളി. മേനോനെ, ഇന്നെനിക്കൊരാഗ്രഹമുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് നിനക്ക് എൻ്റെ അടിമയാകാൻ പറ്റുമോ? ഞാൻ നിർദ്ദേശിക്കുന്നത് പോലെ നീ എന്നോട് കിടക്ക പങ്കിടണം. നീ ഇങ്ങോട്ടൊന്നും ചെയ്യരുത്. സമ്മതിച്ചോ? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തേലും ആവട്ടെ, ഒരു വെറൈറ്റി അല്ലേ? നിന്റെ ഇഷ്ടം പോലെ. അവൾ അയാളെ ചുറ്റിപ്പിടിച്ച് ചുംബിക്കുവാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ 2 കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി. നിന്നോടല്ലേ കോപ്പേ പറഞ്ഞത് ഇങ്ങോട്ടൊന്നും ചെയ്യരുതെന്ന്? അവൾ അയാളെ പിടിച്ച് കട്ടിലിലേക്ക് തള്ളിവിട്ടു. അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് നീളത്തിൽ കീറിയെടുത്ത് മേനോൻ്റെ കൈകാലുകൾ അനങ്ങാൻ പോലും കഴിയാത്തവണ്ണം കട്ടിലുമായി ബന്ധിച്ചു. പൂർണ്ണമായും അയാൾ തനിക്ക് കീഴ്പ്പെട്ടുവെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ വലിച്ചു പറിച്ചു കളഞ്ഞു. എന്തോ പറയാൻ ആഗ്രഹിച്ച അയാളുടെ വായിലേക്ക് തുണികൾ കുത്തിക്കയറ്റി. ഇനി നിന്റെ ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കരുത്. ലോറ ബാഗിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മൂർച്ചയേറിയ കത്തി വലിച്ചൂരിയെടുത്തു. മേനോൻ്റെ തൊണ്ടക്കുഴിയിൽ മുട്ടിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞു. ഇനി ശബ്ദിച്ചാൽ നിന്റെ തൊണ്ടക്കുഴിയിൽ കൂടെ ഈ കത്തി കയറി ഇറങ്ങും. നിനക്ക് ഞാൻ സംസാരിക്കാൻ അവസരം തരും. അതുവരെയും നീ ഇങ്ങനെ കിടക്ക്. എന്നിട്ട് ആലോചിക്കണം, ഞാൻ എന്തിനാ നിന്നെ കൊല്ലാൻ പോകുന്നതെന്ന്. അതിനു മുൻപ് നിന്നെ എങ്ങനെ കൊല്ലണമെന്ന് ഞാനും ആലോചിക്കാം. മേനോനെ, നീ 22 ഫീമെയിൽ കോട്ടയം കണ്ടിട്ടുണ്ടോ?
അതുപോലെ നിന്റെ ഈ കുന്ത അങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ. ലോറ കത്തി മേനോന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മുന കൊണ്ട് താഴേക്ക് വരച്ചു. മേനോന്റെ ലിംഗത്തിൽ മുട്ടിച്ചു. അപ്പോഴേക്കും അയാൾ കിടുകിടാ വിറയ്ക്കുകയും വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം തിരികെ വെച്ചിരിക്കുന്ന തുണിയിൽ തട്ടി വായ്ക്കുള്ളിൽ തന്നെ കിടന്നു. കണ്ണുകൾ കൊണ്ട് അരുതേ എന്ന് യാചിച്ചു. മേനോനെ, ദൈവം എന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്തകളൊന്നും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ചു വച്ചേക്കുന്നത്? അയാളുടെ വായ്ക്കുള്ളിലെ തുണി പുറത്തേക്കെടുത്തുകൊണ്ടാണ് ലോറ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ നിന്റെ ജീവൻ തിരിച്ചു തരാം. പറയാം. അയാൾ ഭയത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് ശബ്ദം താഴ്ത്തിയാണ് അയാൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ വേഗം ഉത്തരം പറ ബ്ലോഗറെ. ലോറ ആജ്ഞാപിക്കാൻ തുടങ്ങി. എല്ലാവരിലും നന്മകളും തിന്മകളും ഉണ്ട്. അതാദ്യം ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഉള്ളിലാണ്. അത് മറ്റൊരാൾക്ക് പുറമേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ ഈ മനുഷ്യകുലത്തിൻ്റെ നാശമായിരിക്കും സംഭവിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞ് മേനോൻ ആഞ്ഞു ശ്വാസമെടുത്തു. അപ്പോൾ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റല്ലേ മേനോനെ? തീർച്ചയായും തെറ്റാണ്. അപ്പോൾ നീ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. വാട്സപ്പ്, മെസ്സഞ്ചർ ഇവയൊക്കെ എങ്ങനെ ഹാക്ക് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ്, മെസ്സേജ് ഇവയൊക്കെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നൊക്കെ. അതിനും നിനക്കൊരുപാട് കാശും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയല്ലേ? കിട്ടി. അതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട എൻ്റെ വീഡിയോ. നിനക്കറിയോ മേനോനെ, നിന്റെ ആ ഒരു വീഡിയോ എത്ര പേരുടെ ജീവിതം തകർത്ത് കളഞ്ഞെന്ന്? എത്ര പെൺകുട്ടികളുടെ സ്വകാര്യ ഫോട്ടോസ് ആരൊക്കെ ഹാക്ക് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു, ജീവിതം നശിപ്പിച്ചു കളഞ്ഞെന്ന്? സംശയരോഗികളായ ആണും പെണ്ണും എല്ലാം തൻ്റെ ഇണയുടെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ചാറ്റുകൾ പോലും കുത്തിപ്പൊക്കി പരസ്പരം വഴക്കടിച്ചും ബന്ധം വേർപിരിഞ്ഞെന്നും നിനക്കറിയാമോ? ഞാനും കണ്ടുപിടിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കുറേ മുൻകാല അവിഹിത ബന്ധങ്ങൾ. ചോദിച്ചപ്പോൾ അയാൾ ആകെ തകർന്നുപോയി. കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടും അയാളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അതെൻ്റെ തെറ്റ്. എന്നെയും മോളെയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നിട്ടും വിവാഹത്തിന് ശേഷം നിന്നെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് ഒറ്റ വരിയിൽ ഒരെഴുത്ത്. അതായിരുന്നു അവസാനമായി എന്നോട് പറയാനുണ്ടായിരുന്നത്. ഒത്തിരി കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ കൊതിച്ചതാണ്. നിന്റെ ആ നശിച്ച വീഡിയോ അതാണ് എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞത്. ലോറ, നീ എന്നോട് ക്ഷമിക്കണം. എന്നെയും എൻ്റെ ഭാര്യ ചതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാനും ആ ഹാക്ക് വീഡിയോ കണ്ടുപിടിച്ചത്. പേരിനൊരു ഭർത്താവ് മാത്രം മതിയായിരുന്നു അവൾക്ക്. അവളുടെ കള്ളത്തരം മുഴുവനും കണ്ടുപിടിച്ചിട്ട് അവളോട് ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നിന്റെ കാമുകനോടൊപ്പം പോയി ജീവിക്കാമെന്ന്. പക്ഷേ അവൾ നിന്റെ ഭർത്താവിനെ പോലെ ഈ ലോകത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി. അതിൻ്റെ വാശിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. മേനോനെ, തന്നെ ഞാൻ കൊന്നു കളയാനാണ് വന്നത്. ലോറ, പ്ലീസ് എന്നെ കൊല്ലരുത്. നിനക്ക് ഞാൻ ഇതുവരെയും സമ്പാദിച്ചത് മുഴുവനും തന്നേക്കാം. നീ എന്നെ വെറുതെ വിടണം. വേണമെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാനും തയ്യാറാണ്. ലോറയുടെ മുഖത്ത് ഒരു പുച്ഛഭാവത്തിലുള്ള ചിരി വിടർന്നു. ഞാനിപ്പോൾ പുതിയൊരു ജീവിതം തുടങ്ങുവാനുള്ള യാത്രയിലാണ്. ആരൊക്കെ ഒപ്പമുണ്ടാകുമെന്നോ തണലേകുമെന്നോ നിശ്ചയമില്ല. ആരൊപ്പമില്ലെങ്കിലും ഞാനൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കും, ജീവിക്കും എൻ്റെ മകൾക്ക് വേണ്ടി. മേനോനെ, ഞാൻ പോകുന്നു. നിന്റെ ജീവൻ തിരിച്ചു തരികയാണ്. ഇനിയൊരിക്കലും ഒരു പെണ്ണിനെയും നീ ഓർക്കാതിരിക്കാൻ. നിന്റെ കുന്തവും ഞാൻ എടുക്കുകയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.